തുടക്കം തൊട്ടേ അവനാണ് എന്റെ നായകൻ. ഷളേ സാറിന് ടോയ്ലറ്റ് പോകാൻ പറ്റുന്നുണ്ടോ? ഫേസ് വല്ലാണ്ടിരിക്കണു. ഞാൻ ഐറ്റം കാട്ടിത്തരാം. എങ്കിൽ ഞങ്ങൾ പോകാതെ അവസ്ഥ ഇരിക്കണോ? സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? എന്താ ഒറിജിനാലിറ്റി വേണ്ടേ? എന്തിനാടാ കൊന്നിട്ട്? ഒരിക്കൽ കൂടി ആ ശബ്ദം പുറപ്പെടുവിക്കൂ. എന്തിനാടാ കൊന്നിട്ട്? ഇയാൾക്ക് എന്താണ് വയ്യേ? ഇയാളുടെ മകളും നമ്മളെ പോലെ തന്തയില്ലാതെ വളരാനോ? ഈരായിട്ട് സംസാരത്തിൽ ഭയങ്കര വ്യാകരണമല്ല. കേൾക്കുമ്പോ തന്നെ ഞാൻ ചാർജാണ്. ഇവിടെ തന്നെയല്ലേ അവളും വളരേണ്ടത്? എങ്ങനെയുണ്ടാ? നല്ല ആർട്ടിഫിഷ്യാലിറ്റി ആയിട്ടില്ലേ? നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. വേൾഡിൽ ഇതുപോലത്തെ ഒറ്റ പീസേ ഉള്ളൂ. ഇതുകൂടി തീർന്നാ വംശനാശം. നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. നിന്റെ ആക്ടിങ് തീരെ ശരിയായില്ല, പ്രത്യേകിച്ച് ശോകാഭിനയം തീരെ പോരാ. ക്രിമിനൽ അല്ല ആൻഡോ സാറേ, നമ്മൾ ഈ നാട്ടിൽ തന്നെ ജീവിക്കും. പണിയെടുത്താണ് ജീവിക്കുന്നത് ഈ കടലില്. അത് വെറും ആക്ടിംഗ് ആയിരുന്നു, നിനക്ക് മനസ്സിലായില്ലേ? മനസ്സിലാവേ ഇല്ല. നേരം നിറയായി ജീവിക്കാൻ തുടങ്ങിയതാ നമ്മൾ. വിട്ടേക്ക് സാറേ. ഈ നാളിനോടൊന്നും മിണ്ടാതിരിക്കാൻ പറ. നീ എന്താണ് പേടിച്ചു നിൽക്കണേ? അമ്മച്ചി പറഞ്ഞിട്ട് ചേച്ചിക്ക് മീൻ കൊടുക്ക്. ഇട്ടിപ്പെട്ട് സാധനം വളഞ്ഞത് തന്നെ. എന്താ ചേച്ചി? എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ? പിന്നെന്തിനാ മുത്തേ ചേട്ടൻ ജീവിച്ചിരിക്കുന്നേ? ഇയാളീ മറന്നതാവും. മാധവ് സുരേഷ് നെപ്പോട്ടിസത്തിന്റെ ഏറ്റവും മോശമായ ഒരു ഭാവം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഡയലോഗ് പോലും നേരെ ഇച്ചേനെ അഭിനയിക്കാനൊന്നും അറിയത്തില്ല. ആളുകളൊക്കെ പറഞ്ഞു തുടങ്ങി. പറയട്ടടാ, ഇന്നത്തെ കാലത്ത് ചുളിവില് ഫേമസ് ആവാൻ നല്ലത് ഈ ചാനൽ ചർച്ചയാ. എന്റെ മോനെ, ഈ ചെങ്ങാതി ഒരുമാതിരി ഞാൻ പറഞ്ഞില്ലേ കഞ്ഞിയില് പാറ്റ വെട്ട പോലെ ഇയാൾ അവിടെ കിടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. തിയേറ്ററിൽ ഇദ്ദേഹത്തെ കാണിക്കുന്ന ഓരോ സീനിലും എല്ലാവരും ചിരിക്കുകയായിരുന്നു. വളരെ സീരിയസ് ആയിട്ട് ഡയലോഗ് പറയുമ്പോഴും ഡയലോഗ് ഡെലിവറി, മസിൽ പിടുത്തവും ചാട്ടവും എന്താ പുള്ളി കാണിക്കുന്നേ? ഇതുപോലത്തെ ഒരു കോമഡി പീസ്. കുമ്പളങ്ങ പോലൊരു കഴുത്തും അതിനു മുകളിൽ മത്തങ്ങ പോലൊരു തലയുണ്ടായിട്ട് കാര്യമില്ല. അകത്താള് താമസം വേണം. മാധവന്റെ ഇംഗ്ലീഷ് ഭയങ്കര ഡിക്ഷൻ ആണ്. അവന് ഈ പൃഥ്വിരാജിന്റെ പ്രേതം ആക്ച്വലി നമ്മുടെ JSKയില് മാധവ് എങ്ങനെയുണ്ട്? JSKയിൽ എനിക്ക് ഡബിങ്ങിന് കണ്ടപ്പോ എനിക്ക് അത്ര തൃപ്തിയല്ലായിരുന്നു. എന്റെ മകനായതുകൊണ്ട് പറയല്ല, മനു ഒരു മണ്ടനാണ്. സത്യം പറയുള്ളൂ. ഒരു നല്ല കലാകാരന് ജീവിതാനുഭവം വേണം, ഉൾക്കാഴ്ച വേണം. അതെന്താണെന്ന് പോലും നിന്റെ മകൻ അറിയില്ല. ഇന്ന് എനിക്ക് കണ്ടപ്പോ തോന്നി കുഴപ്പമില്ലല്ലോ എന്ന് തോന്നി. അയ്യോ, അത് വെറും തോന്നലാ. മസിൽ പിടുത്തവും ചാട്ടവും എന്താ പുള്ളി കാണിക്കുന്നേ? ഇതുപോലത്തെ ഒരു കോമഡി പീസ്. എനിക്കൊരു ഒറ്റ ഷോട്ട് മാത്രമേ ഉള്ളൂ. അവൻ കണ്ണ് വല്ലാണ്ട്. ഞാനോ എപ്പോ? എനിക്ക് തോന്നുന്നു ആദ്യം എടുത്തതാ. അപ്പൊ ഈ സത്യമൊന്നും ജയിക്കുന്ന സ്ഥലമല്ലേ കോടതി. കണ്ണ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഫ്ലാഷ് ബാക്ക് പറഞ്ഞ നാറ്റിക്കരുത്. ഭാവിയിൽ ഒരു സൂപ്പർ സ്റ്റാർ ആകേണ്ടവനാ ഞാൻ. വല്ല പത്രക്കാരും വന്ന് നിങ്ങളോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ ഇതൊക്കെ വിളമ്പി എന്റെ ഫ്യൂച്ചർ സ്പോയിൽ ചെയ്യരുത്. സിനിമാ പ്രേക്ഷകരാണ് എന്റെ അച്ഛനെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കിയത്. സോ അവരെ തീരുമാനിച്ചാൽ എനിക്ക് അതിനുള്ള കാലിബർ ഉണ്ടെന്ന് അവര് മനസ്സിലാക്കിയാൽ മേ ബി വൺ ഡേ. നിന്റെ കൂടുതൽ അഭിനയം ആ നാട്ടുകോടാന്നുള്ള പടത്തെ ഞാൻ കണ്ടു. എന്തിനാടാ കൊന്നിട്ട്? ഇങ്ങനെ കാണിക്കുന്നതാണാ ദുഃഖം. നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. ആയിക്കോട്ടെ. ആക്ടിംഗ് ഈസ് വാട്ട് റിയാക്ടിംഗ്, ഇറ്റ് ഈസ് ബിഹേവിംഗ്. അതൊരു തപസ്യ.
ആ നൃത്തസാഗരത്തിന് മുമ്പിൽ അന്തം വിട്ട് പണ്ടാറിറങ്ങി നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. ഫ്രണ്ട്സിന് മുമ്പിൽ നാറ്റിക്കുക, ചോദിച്ച പൈസ തരാതിരിക്കുക, അച്ഛനായതുകൊണ്ടും കാശുള്ളത് കൊണ്ടും നമ്മളൊന്നും ചെയ്യില്ല എന്നുള്ള ധാഷ്ട്യം. എനിക്ക് അത് മാത്രമേ ഉള്ളൂ. എനിക്ക് എന്തോ ഗുരുവിനെ പോലെ അത്ര എളുപ്പത്തിൽ എനിക്കിത് ചെയ്യാൻ പറ്റില്ലല്ലോ. എല്ലാ രസങ്ങളും ഉൾക്കൊള്ളാൻ ദയവായി എനിക്ക് അല്പം സമയം തരൂ. ഒരു പബ്ലിക് ന്യൂസൻസ് ആകാം. അർദ്ധരാത്രിയിൽ നടുറോഡിൽ മന്ത്രിപുത്രന്റെ ഷോ വാഹനം വഴിമാറ്റുന്നതിനെ ചൊല്ലിയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷും കോൺഗ്രസ് നേതാവ് DV വിനോദ് കൃഷ്ണയും തമ്മിൽ നടുറോഡിൽ തർക്കിച്ചത്. ചവിട്ടി നിർത്തിക്കോ, വെറുതെ എന്റെ ഭാര്യയെ കൊണ്ട് വെള്ളസാരി ഉടിപ്പിക്കണ്ട. ഞാൻ ആരോടെങ്കിലും കുറച്ച് ഗുണ്ടായിസം കാണിച്ചു ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ പറഞ്ഞുള്ളേ. അതൊക്കെ മേലെ നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. ഒരു കാര്യം ചെയ്യും, ഏതെങ്കിലും വണ്ടി കയറി ക്ലച്ച് അമർത്തി ഗീരിട്ട് പഠിക്കും. അത് വിട് ഷാജിയേട്ടാ, ഇതിലും വലുതെന്തോ വരായിരുന്നതാ. ഇതിലും വലുതല്ല വരാനുള്ള സുനാമിയാ. ആരായാലും മര്യാദ എന്നൊരു സാധനം വേണം. എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? സീരിയസ് ആയിട്ടാണോ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. സീരിയസ് ആയിട്ടാണ് ചെയ്തതെങ്കിൽ കോമഡി ആയിട്ടുണ്ട്. നീ ഓർത്തു വെച്ചോ, എന്നെങ്കിലും ഈ കുഞ്ഞിരാമൻ ഇതിനൊക്കെ പകരം ചോദിച്ചിരിക്കും. അത് നീ താങ്ങില്ല. വണ്ടി വരൂ, നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോവാം. ഇങ്ങനെ അനുസരണയുള്ള ഒരു കുറ്റവാളിയെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? ഇനി ഇവിടെ കിടന്ന് ഷോ കാണിച്ച ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കോ, എല്ലാത്തിനും ഞാൻ ചപ്പളാൻ തരും. തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് നടുറോഡിൽ തർക്കിച്ച സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പിന്നീട് വിട്ടയച്ചു. കോൺഗ്രസ് നേതാവ് വിനോദ് കൃഷിയുമായാണ് തർക്കമുണ്ടായത്. അനീതി എവിടെ കണ്ടാലും ഞാൻ എതിർക്കും. ആരായാലും സത്യം ഞാൻ മുഖത്ത് നോക്കി പറയും, അതിനെനിക്കൊരു മടിയില്ല. അദ്ദേഹം ലൈൻ മാറി എന്നത് പറഞ്ഞാണ് പ്രശ്നമുണ്ടാക്കിയതെന്നാണ്. താൻ യു ടേൺ എടുക്കുകയായിരുന്നു, അപ്പോഴുണ്ടായ സംശയമാകാൻ കാരണമെന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഈ മാധവ് സുരേഷിനുണ്ടല്ലോ എയറിൽ നിന്ന് ഇറങ്ങാൻ ഇപ്പൊ യോഗം ഉണ്ടെന്ന് തോന്നില്ല. അത് പിന്നെ ഞാൻ ഒരുത്തം മാത്രം വിചാരിച്ചാ മതിയോ? കൂടെയുള്ള കോന്തന്മാരും കൂടെ വിചാരിക്കണ്ടേ? നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല ഡയലോഗ് പറഞ്ഞ ശേഷം നേരെ ബഹിരാകാശത്തേക്ക് ഒരു പോക്കായിരുന്നു. ട്രോളുകൾ, മീമുകൾ, അങ്ങനെ. കഴിഞ്ഞ ദിവസം കൊണ്ട് മിൽമേൻ ട്രോളുന്ന കണ്ടു. ഇപ്പൊ തൃശൂർ സിറ്റി പോലീസും ആ ട്രോളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ നാട്ടിലെ കൊച്ചു പിള്ളേരെ വരെ കളിയാക്കി തുടങ്ങി. നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറക്കിയോ? ഒരു അവസരം കിട്ടിയപ്പോഴത്തേക്ക് എന്തിനാടാ കൊന്നിട്ട്, എന്തിനാടാ കൊന്നിട്ട്. അത് മാറ്റി ചിരിപ്പിക്കാൻ എത്ര വലിയ പാട്. ഞാൻ കാണിച്ചു തരാം പൂരം. വാടി വാടി ഓടി വാടി. സുഭാഷ് 1 2 3 4. എന്നോട് കളിച്ച് അങ്ങനെ ഇരിക്കും. ഇങ്ങനൊരു പുതിയ സ്റ്റൈലിലാണ് ഇന്നത്തെ ഗാനമേളയിൽ നമ്മൾ ഈ പാട്ട് പാടാൻ പോകുന്നത്. എങ്ങനെയുണ്ട്? നമ്മുടെ പെങ്ങന്മാരെ നീഗ്രോകളെ കൊണ്ട് കെട്ടിക്കുന്ന പോലെ ഉണ്ട് സാർ. പാട്ട് എനിക്ക് തീരെ ഇഷ്ടമായില്ല. വെരി സോറി. വെറും ബോറനല്ലേ. അകത്തൊരു പാട്ട് കേട്ടല്ലോ, അത് ഞാൻ തന്നെ പാടിയത്. അയ്യോടാ, എന്താടാ ചെറിയൊരു ദുശീലുണ്ട്, കുടിച്ചാ എനിക്ക് പാടണം. എടാ ഉഗ്ര, എനിക്കൊരു ഉപകാരം ചെയ്യൂ. പറ, നീ വാ പൊളിക്കരുത് പ്ലീസ്. അവന്റെ ഒരു കണ്ടുപിടുത്തം. ഇവനെയൊക്കെ നന്നാക്കാൻ നോക്കുന്ന അണ്ടർവെയറിൽ നീലം മുക്കുന്ന ഒരേ പോലെയാ. ഇതിന് പരിഹാരം ഇല്ല.